ഹലോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. സ്ക്വയർ ആയിട്ടുള്ള ക്യാൻവാസ് ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വരയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പടം ആദ്യം തന്നെ ഒന്ന് റഫായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ബാൽക്കണി ഗാർഡൻ ആണ് ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യം തന്നെ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഏത് കളറാണ് ഇതിപ്പോൾ ഞാൻ ചുവരിലാണ് അടിച്ചു കൊടുക്കണേ. ചുവരിന് വേണ്ടിയിട്ട് ഏത് കളറ് വേണോ അത് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് കളറാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറ് ടച്ച് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ബ്രൗൺ കളറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യണ എല്ലാ കളേഴ്സും സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ. സെയിം പോലെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കളേഴ്സൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. കാരണം പെയിൻറ്റിങ് വീഡിയോ ഒരുപാട് സമയം എടുത്തിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ മാക്സിമം ചുരുക്കി ഫാസ്റ്റ് ആക്കിയിട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളതെന്നാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനിത് ഒരു ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനൊരു പെയിൻറ്റിങ് ചെയ്യണത്. പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടമുള്ളവർ വീഡിയോ കണ്ട് നോക്കുക. അതേപോലെ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ മെയിൽ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം.
അതിനായിട്ട് ഞാൻ ഫ്ലാറ്റ് ബ്രഷ്, റൗണ്ട് ബ്രഷ്, ലൈനർ ബ്രഷ്, പിന്നെ ഫാൻ ബ്രഷ് ഇത്രയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫാൻ ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ പൂക്കളായാലും അതേപോലെ ഇലകളായാലും ഒക്കെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ല നല്ല ഭംഗിയായിട്ടത് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളുടെ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുനോക്കാനായിട്ട് പറയുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കാം.